OTT ഓഡിയൻസ്, തിയേറ്റർ ഓഡിയൻസ് ഒറ്റ ഓഡിയൻസ്. അത് അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിന് എടുത്തൊരു മീറ്റർ ചിലപ്പോൾ തെറ്റിപ്പോയതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കാറുള്ളത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. വാട്ടവർ. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല, അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ കാണുമ്പോ ഈ രീതിയിൽ സ്വീകരിക്കുമ്പോ ഒരു ഫീൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള സ്വീകരണം വരുമ്പോ OTT വന്നതിന്റെ ഈ രീതിയിലുള്ള സ്വീകരണം വരുമ്പോ ഒരു ഫീൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് അല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തൊരു സാധനത്തിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷമം വരും. പക്ഷെ അത് മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണത് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ആശികേട്ടൻ എന്നുള്ള ഡയറക്ടറുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് ക്യാമറമാനായിട്ട് ആശികേട്ടൻ തന്നെ. അപ്പൊ അല്ല, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു പിന്നെ ഇവരുടെ ഡൈനാമിക്സ് കാണാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇവര് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പൊ ദിലീഷ് ചേട്ടൻ ഡയറക്ടർ റൈറ്ററും ആശികേട്ടൻ ക്യാമറയും ചെയ്യുമ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. പിന്നെ ആശികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫർ ആണ് ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പൊ ആശികേട്ടൻ ഒരു ഡയറക്ടറാണ്. ആശികേട്ടൻ വേണമെങ്കിൽ നമുക്ക് സജഷൻസ് തരാം, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഓൾസോ ഇൻവോൾവ് ആവാം. പക്ഷെ ആശികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫർ ആണ്. എപ്പോഴും ക്യാമറയുടെ ബാക്കിലിരുന്ന് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ആശികേട്ടൻ്റെ ഒപ്പം. ഒരു 3D ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ചെറുപ്പം മുതൽ 3D സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റുക. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷ് ചേട്ടൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതില് 3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മള് എന്താ വ്യൂവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു 3D പടത്തിന് വേണ്ടി 3D ആക്കിയതല്ല. ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷകരിട്ട് എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനുമാണ് നമ്മൾ 3D ആക്കിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേടി ഉണ്ടായിരുന്നില്ല. ഈ ഫാന്റസി എലമെന്റ് തന്നെയാണോ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതെ അതെ. ഈ ഒരു സംസാരിക്കുന്നുള്ള ഒരു ഈച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടപ്പോ. പിന്നെ ഈ പറഞ്ഞാലും ഭയങ്കര അടിപൊളി ടീമാണല്ലോ. ദിലീഷ് ചേട്ടൻ ഡയറക്ട് ചെയ്യുന്നു, ആശികേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ലൗലി ഇല്ലാതെ ലൗലിനെ നോക്കി അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. ഒരു എന്താ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ പോവും ഈച്ച. പിന്നെ ഉണ്ണിച്ചേച്ചി എനിക്കെപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു. നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പണം കണ്ട് മനസ്സിലാക്കണം. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. ഇതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങിയ സമയത്ത് മാത്യുവിന്റെ ഒരു കിളി പാർന്ന ഒരു പെർഫോമൻസ് കാണാം. കിളി പോയ ഒരു ക്യാരക്ടറിന് പ്രതി ഒരു ട്രാൻസ് മൂഡ് അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിരുന്നോ? അങ്ങനെ ഞാൻ കണ്ടില്ല. അങ്ങനെ കിളി പോയ ഒരു ക്യാരക്ടർ അല്ല, കുറച്ച് ഡ്രീമി ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ലോസ്റ്റ് ആവും. പക്ഷെ എന്നാലും ഒരു ഡ്രീമി ബോയ് ആണ് ബോണി. അങ്ങനെ കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എനിക്ക്. ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ചു നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. കുട്ടി സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, അനീഷ് കുട്ടി സാർ. അപ്പൊ ഇതിൽ പോയി പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് എന്നാണ്. അനീഷ് സാറ് ഡാഡി, ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ നെർച്ചർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ
അതില് അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം ഹെൽപ്ഫുള്ളായി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ സ്ക്രീനിലില്ല, എനിക്കറിയാം ഞാൻ സ്ക്രീനിൽ ഉണ്ടാവില്ല എന്നുള്ളത്, പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതും ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ആ പ്രോസസ്സിന്. അപ്പൊ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി, കുട്ടിസാറിന്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്റെ ക്യാരക്ടർ ഞാൻ അതിൽ മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടി വരുവാണ്. അതും ആ ക്യാരക്ടറും ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും, പക്ഷെ വേറെ വഴിയില്ല. അവർക്ക് അവരുടെ സർവൈവലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിൽ എത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആവുന്നത്. നമ്മളിപ്പോ ഇങ്ങനത്തെ ചില വാക്കുകൾ സീക്രട്ട് ആയിട്ടല്ലേ പറയത്തുള്ളൂ, നമ്മൾ ഓർക്ക പറയില്ലല്ലോ ഇപ്പോഴും. അപ്പൊ അതൊക്കെ മാറേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ VCR അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ദിലീഷ് ചേട്ടൻ്റെ ഇതിന് മുന്നേ ഉള്ള തമാർ പടാർ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ. വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു. ഐ മീൻ നമുക്ക് ഇങ്ങനെ മിലിന്ദാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പൊ നമ്മൾ കുറച്ച് സീൻസ് ഒക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ആഷിക്കേട്ടനുണ്ട്, മാത്യു ഉണ്ട്, ടീമുണ്ട്, പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു.